ഓണം കഴിഞ്ഞ് വിരിഞ്ഞ എൻ്റെ ചെണ്ടുമല്ലിപ്പൂക്കളെല്ലാം ഇപ്പോൾ നല്ലപോലെ പൂ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിലും ഓണത്തിന് പൂക്കളിടാൻ തരി പൂ പോലും കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട് കേട്ടോ ഉള്ളിൽ. എൻ്റെ ഈ കാണുന്ന മഞ്ഞയും ഓറഞ്ചും ചെണ്ടുമല്ലി മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന വെള്ള കളറ് ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ശരിക്കും ഇത് വെള്ളാന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു മഞ്ഞ കളറും കൂടി ഉണ്ട് ഇതിൽ. പക്ഷെ വെള്ളാന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. ഇത് നല്ല ബുഷിയായിട്ട് നിറച്ചും പൂ പിടിച്ച് വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ പെരിച്ചായി ഇതിൻ്റെ കടഭാഗം മുറിച്ചിട്ടിട്ട് ഇത് മൊത്തം ഉണങ്ങി കിടക്കുകയാണ് കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞതാണ് ഈ കാണുന്ന കുഞ്ഞ് വെള്ള കളറ് ചെണ്ടുമല്ലി. എന്തായാലും ഓണത്തിന് നമുക്ക് പൂക്കളൊന്നും വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ കടയ്ക്ക് കുറച്ച് പൂവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂ പൊട്ടിക്കാനായിട്ട് അപ്പോൾ ഈ കാണുന്ന മരം നിറച്ച് നമുക്ക് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും അടുത്ത വർഷത്തെ ഓണത്തിന് നമ്മൾ ജൂൺ ആദ്യമൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ ചെണ്ടുമല്ലിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞ് വിരിഞ്ഞ എൻ്റെ ചെണ്ടുമല്ലിപ്പൂക്കളെല്ലാം ഇപ്പോൾ നല്ലപോലെ പൂ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിലും ഓണത്തിന് പൂക്കളിടാൻ തരി പൂ പോലും കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട് കേട്ടോ ഉള്ളിൽ. എൻ്റെ ഈ കാണുന്ന മഞ്ഞയും ഓറഞ്ചും ചെണ്ടുമല്ലി മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന വെള്ള കളറ് ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ശരിക്കും ഇത് വെള്ളാന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു മഞ്ഞ കളറും കൂടി ഉണ്ട് ഇതിൽ. പക്ഷെ വെള്ളാന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. ഇത് നല്ല ബുഷിയായിട്ട് നിറച്ചും പൂ പിടിച്ച് വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ പെരിച്ചായി ഇതിൻ്റെ കടഭാഗം മുറിച്ചിട്ടിട്ട് ഇത് മൊത്തം ഉണങ്ങി കിടക്കുകയാണ് കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞതാണ് ഈ കാണുന്ന കുഞ്ഞ് വെള്ള കളറ് ചെണ്ടുമല്ലി. എന്തായാലും ഓണത്തിന് നമുക്ക് പൂക്കളൊന്നും വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ കടയ്ക്ക് കുറച്ച് പൂവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂ പൊട്ടിക്കാനായിട്ട് അപ്പോൾ ഈ കാണുന്ന മരം നിറച്ച് നമുക്ക് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും അടുത്ത വർഷത്തെ ഓണത്തിന് നമ്മൾ ജൂൺ ആദ്യമൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ ചെണ്ടുമല്ലിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്.